ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ ഞാനിതൊന്ന് കുളിച്ചതേ ഉള്ളൂ, കുളിച്ചിറങ്ങിയ ഒരു രൂപത്തിലല്ലേ. ഇന്ന് ഇന്നത്തെ ഡേറ്റ് ഇന്ന് ജനുവരി 29. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ചാത്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാത്തം എന്ന് അറിയില്ല. എനിക്ക് വേറെ ആരെങ്കിലും ചാത്തം എന്ന് പറയില്ലല്ലോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല, എനിക്കൊന്നും ആടിയുള്ളതാണ്. അപ്പം ചാത്തം എന്ന് പറഞ്ഞാൽ ഡെത്ത് ആനിവേഴ്സറിയാണ്. അപ്പം ഇന്ന് അച്ഛൻ്റെ ചാത്ത. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ചൊള്ളി പോവാം. ചൊള്ളി എന്ന് പറഞ്ഞാൽ അവിടെയാണ് അച്ഛൻ്റെ നാട്, അമ്മയുടെ നാട്. അമ്മയുടെ വീടൊക്കെ ചൊള്ളിയില്ല. അപ്പം നമ്മൾ ചാത്തത്തിന് പോവാം. അമ്മ രാവിലെ എണീച്ചിട്ട് പോയി. അമ്മ രാവിലെ എന്താ പറയുക, രാവിലെ ഏഴ് മണിക്കുള്ള ബസ്സിന് അമ്മ രാവിലെ പോയി. അവിടെ പോയിട്ട് അധികം ഒരുപാട് ആളില്ലായിരുന്നു, വർക്കിംഗ് ഡേ അങ്ങനെ ആരെ വിളിക്കലുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഫാമിലി മാത്രമാണ്, അമ്മേൻ്റെ ഏട്ടന്മാർ, ചേച്ചി, അങ്ങനെ. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ഒരു മിനി സദ്യ ആക്കി കഴിച്ചിട്ട് പോലാണ് പരിപാടി. അപ്പോൾ അത് ഇന്ന് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇടയ്ക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇന്ന് അവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ രാവിലെ പോയി. ഉണ്ടാക്കാൻ സഹായിക്കണമല്ലോ, അങ്ങനെ. അപ്പം ഞാൻ രാവിലെ ഇതേ എണീച്ച് കുളിച്ച് എന്തെങ്കിലും കൊണ്ട് ഇവിടെ എൻ്റെ ഒരു മാമനുണ്ട്. അപ്പോൾ മാമന് ഇന്നലെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മാമൻ ഇന്ന് രാവിലെ പോകുന്നത്. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, ഇത്രയും വയസ്സായിട്ട് എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വിടയില്ല. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, പോകണം, എന്താ ആ മാമൻ്റെ പരം വാ എന്നും പറഞ്ഞിട്ടുള്ളേ. അപ്പം ഞാൻ രാവിലെ എണീച്ച് ഇപ്പോൾ ഒന്നിങ്ങനെ കുളിച്ചു. എന്തായാലും പോകണം, മാമൻ വിളിച്ചു, 10:30 ആകുമ്പോഴെല്ലാം വരുമെന്ന് പറഞ്ഞു, പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് അമ്മയൊന്നും ആക്കിയിട്ടില്ല. പൊതുവേ നമ്മളിങ്ങനെ റെഡിയായി എണീച്ച് വരുമ്പം ഉണ്ടാക്കി കിട്ടുമല്ലോ. അപ്പോൾ ഉണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇതാ അമ്മ എന്നിട്ട് ദോശക്കൂട്ടുണ്ട്, ദോശ ചുട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ദോശക്കൂട്ടും ഇന്നലത്തെ എങ്ങാനും കടലക്കറിയും എടുത്ത് പുറത്ത് വെച്ചിന് ഫ്രിഡ്ജിൽ നിന്ന്. അപ്പം മാമ വിളിച്ചേരം ഞാൻ ചോദിച്ചു, മാമ ആടെ എന്തായിരുന്നു ചായക്ക്? അപ്പോൾ അമ്മായി പറഞ്ഞു ദോശയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ എനിക്ക് 2 എന്നെ കൊണ്ട് ഇപ്പം ഇത് ചെയ്യണമല്ലോ. അപ്പം ഇതെല്ലാം തിരിച്ച് ഫ്രിഡ്ജിൽ കയറ്റട്ടെ. അങ്ങനെ അതെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി. വേറെ ഒന്നും ഞാൻ തുറന്നിട്ടേ ഇല്ല, പുറത്തേക്കുള്ള വാതിലൊന്നും തുറന്നിട്ടില്ല. അപ്പം നമുക്ക് ഫുൾ അടച്ചു. എനിക്കൊന്ന് റെഡി ആവണം. പിന്നെ എൻ്റെ പണി ആയുധങ്ങൾ എനിക്ക് എടുക്കണം. എനിക്കിന്ന് പണിയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പണി ചെയ്യണം. ഇപ്പം കുറച്ച് ചെയ്തു, ബാക്കിയുള്ള പണി ആയുധങ്ങളെല്ലാം എടുക്കണം. അപ്പം ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ അമ്മായി മാമനും എന്നെ കൂട്ടം വന്നു. അപ്പോൾ അവർ വരുമ്പോൾ ദോശയും പുഴുങ്ങിയ പഴവും ചമ്മന്തിയും ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ടായിനി. എനിക്കിഷ്ടമല്ല പൊതുവേ കാറിൽ നിന്ന് ഫുഡ് കഴിക്കാൻ. ഒന്നാമത് ബാക്കിൽ കൂടി ഇരുന്നിട്ട് കൊടുക്കുമ്പോൾ ഈ കുലുങ്ങി ആകുമ്പോൾ നമുക്ക് ഒരുമാതിരി ആവും. പക്ഷേ വേറെ വഴിയില്ലാത്തവരെ കഴിച്ചു. ഞാനാണെങ്കിൽ ലാപ്ടോപ്പിൽ വർക്കും ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് ചൊള്ളിയിലെത്തുമ്പോഴത്തേക്കും പകുതിക്ക് ഞാൻ എല്ലാം പൂട്ടി ഇങ്ങനെ വെറുതെ കിടക്കാൻ തുടങ്ങി. അതായത് തിന്നുകൊണ്ടുള്ള ഇതും പിന്നെ ലാപ്ടോപ്പ് നോക്കുമ്പോൾ ഇല്ല തലവേദനയും എല്ലാം കൂടെ. ഞങ്ങളവിടെ ചൊള്ളിയിലെത്തുമ്പോഴത്തേക്ക് ആക്ച്വലി ലേറ്റ് ആയിന്. എല്ലാ പരിപാടിയും തീർന്ന് എല്ലാവരും വന്ന് എല്ലാവരും ഇത് ഇരുന്ന് വർത്താനൊക്കെ പറയുന്നതായിരുന്നു. ഇവരെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടേ, ഞാൻ വർക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവരെല്ലാം കണ്ടേ. ഞാൻ നേരെ ഉള്ളിൽ കയറി പോയതാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരുന്നിങ്ങനെ വർത്താനായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും, ഇതിപ്പോൾ ഒരു ആഘോഷം എന്നൊന്നുമല്ല, പക്ഷെ എല്ലാവരും ഒരു ഗെറ്റ് ടുഗെദർ, എല്ലാവരും ഇങ്ങനെ ഒരു കൂടിച്ചേരുന്ന പോലെയല്ലേ. അപ്പം അങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഇരുന്ന് നാട്ടുവിശേഷവും അതും ഇതും ഓരോ കഥ. ഓരോരാൾ ഓരോ ലോകത്താണ്. മാമന്മാരവിടെ പുറത്തിരുന്ന് വർത്താനം, ഇവരിടുന്ന കളി, നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് വർത്താനം പറയലും, ഞാൻ അതിൻ്റെ ഇടയ്ക്കതേ വർക്ക് ചെയ്യുന്നത്. പിന്നെ അമ്മായിമാർ, വല്യമ്മമാർ എല്ലാവരും ഇതേ അടുക്കളേൻ്റെ ബാക്കിൽ വർക്ക് ഏരിയയിൽ ഇരുന്നിട്ട് അവരവരെ ലോകത്ത്. അങ്ങനെ ഓരോരാൾ ഓരോ ലോകത്താണ്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു കല്യാണം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും എല്ലാം ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും എന്തായാലും ഒരു ഗെറ്റ് ടുഗെദർ. അല്ലാതെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ നമ്മൾ ഓണം വിഷു എല്ലാം വരുമ്പോൾ ട്രൈ ചെയ്യലുണ്ട്. അങ്ങനെ ലാസ്റ്റ് സദ്യ എന്നൊന്നുമില്ല, ചോറ് ഒരു 2-3 കറി എക്സ്ട്രാ വീട്ടിൽ തന്നെ ആക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നുമില്ല. നല്ലൊരു നാടൻ ചോറും കറിയായിരുന്നു. സ്പെഷ്യൽ പായസം ഉണ്ടായിനി, പായസം കഴിച്ചു. ഞാൻ അധികം മധുരത്തിൻ്റെ ആളല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഉണ്ടാകുമ്പം അത് കഴിക്കണം, ആക്കണം, ഒരിക്കൽ കുറച്ചൊന്നും കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കുടിക്കുന്നത്. അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് മധുരം കളയാൻ, എനിക്ക് എത്ര മധുരം ഉണ്ടെങ്കിലും എനിക്ക് ആ മധുരം കളയാൻ പപ്പടവും വേണം, ആടേത് അച്ചാറും ഉണ്ട്. അച്ചാറും നാരങ്ങാക്കറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അപ്പോഴത്തേക്ക് എൻ്റെ ഡേറ്റ ഫുള്ള് തീർന്ന് വറ്റി വലിഞ്ഞിനി. 100% കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്ന്. ഞാൻ നേരെ വല്യമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ആടെ വൈഫൈ ഉണ്ട്. അപ്പം പൊതുവെ ഇങ്ങനെയല്ലേ, എനിക്ക് അതിൻ്റെ തലേന്നൊന്നും ഒരു പണി ഉണ്ടായിട്ടില്ല. പക്ഷേ അന്ന് കൃത്യം എനിക്ക് എഴുതാന്നറിയില്ല പണി വന്ന്. അതായത് മീറ്റിംഗ് ആയാലും എല്ലാം എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന, പണിയായാലും ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ലൈക്ക് ബിസി ആയിപ്പോയി. എല്ലാവരും ഉള്ള സമയത്ത് നമ്മൾ ബിസിയാവും, ആ ഒരു രീതിക്കായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഇതെന്താ ഇങ്ങനെയാണ്. അങ്ങനെ നേരെ വല്യമ്മേൻ്റെ വീട്ടിൽ പോയി. വല്യമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ ഏച്ചീൻ്റെ മോളും അങ്ങനെ അവരായത്. അപ്പോൾ
വല്യമ്മേൻ്റെ വീട് പോയത്. വല്യമ്മ ഇവിടെ ഇല്ല, വല്യമ്മേൻ്റെ ഏട്ടനുണ്ട്. ഏട്ടൻ്റെ ഒരു വീട്ടിലെ ഒരു ആവശ്യത്തിനായിട്ട് പോയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ വല്യമ്മക്ക് ഇതിന് കൂടാൻ പറ്റിയില്ല. ഇത് ക്ഷേത്ര ഏച്ചീൻ്റെ മോള. അവൾക്കാണെങ്കിൽ ഫുൾ ക്യൂരിയസ് ആയിരുന്നു. ഇതെന്നാ മേമേ, ഇതെന്നാ, ഇതാരാ മിണ്ടുന്നേ, ഇതാരാ പാട്ട് എന്നാ പാട്. അപ്പം അതിന് ശേഷം ഞങ്ങൾ ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങ് കിടന്നു ഇറങ്ങി. താങ്ക് യു ഫോർ വാച്ചിങ്.